ഹലോ വെൽക്കം ടു വെർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCRT കണ്ടൻറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്, സയൻസും സോഷ്യലും. അതേപോലെ 6ാം ക്ലാസ്സിലെ സയൻസും നമ്മൾ കംപ്ലീറ്റഡ് ആണ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മളിപ്പം കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ചാപ്റ്റേഴ്സ് വരെ കഴിഞ്ഞിട്ടുണ്ട്. 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ട് പഠിക്കുക കേട്ടോ. കാരണം ആ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എന്തായാലും പഠിച്ചിരിക്കുക. നമുക്ക് PSC എക്സാംസിന് SCRTൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ലായിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ക്ലാസ് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് വെച്ചാൽ മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും. നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്ന പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊരു കോട്ട് നോക്കാം. സക്സസ് ഈസ് ദി സം ഓഫ് സ്മോൾ എഫേർട്സ് റിപ്പീറ്റഡ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്ന കാര്യം തന്നെ ആയിരിക്കില്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഓർക്കാത്തൊരു കാര്യം കൂടിയാണ്. സക്സസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പെട്ടെന്നൊരു ദിവസം കിട്ടുന്ന കാര്യമല്ല, നമ്മുടെ ചെറിയ ചെറിയ എഫേർട്ടിൻ്റെ ഒരു ആകെ തുക എന്നൊക്കെ പറയാം അല്ലേ. നമ്മൾ ഡെയിലി എടുക്കുന്ന ചെറിയ ചെറിയ എഫേർട്ടിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? സക്സസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ചൂസ് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ ഒരു എഫേർട്ട് തന്നെയാണ് അല്ലേ. നമുക്ക് ഈ ഒരു സമയം എന്ത് ചെയ്യാം, നമ്മൾ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലുമൊക്കെ സ്പെൻഡ് ചെയ്യാം, കുറച്ച് സോഷ്യൽ മീഡിയയിൽ റീൽസ് സ്ക്രോൾ ചെയ്യാനോ അങ്ങനെ എന്തിനെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്ന ടൈം നമ്മൾ വേണ്ട ഇന്നൊരു ക്ലാസ് കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടി മാറ്റി വെക്കുന്നത് എന്താണ്? നമ്മുടെ ഒരു സ്മോൾ എഫേർട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റിലൊരു വിവരണം കൊടുത്തിട്ടുണ്ട്, എന്താണെന്നുള്ളത് നോക്കാം. AD 1246 ചന്ദ്രഭാഗ നദീമുഖത്ത് വിഷു വിഖ്യാതമായ സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ടു. ദൂരെയുള്ള പർവ്വതങ്ങളിൽ നിന്ന് പലതരം കല്ലുകൾ കൊണ്ടുവന്നു. നീലഗിരിയിൽ നിന്നും ദൂരെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നും വെളുത്തതും കറുത്തതും നീല നിറത്തിലുള്ളതുമായ ശിലകൾ കൊണ്ടുവന്നു. ക്ഷേത്രത്തിനു മുകളിൽ കലശം സ്ഥാപിക്കുന്നതിനു വേണ്ടി 25 അടി പൊക്കവും 56,000 മഞ്ഞ ഭാരവുമുള്ള ശിലകൾ 100-ലേറെ മൈൽ ദൂരം ജലമാർഗത്തിലൂടെ കൊണ്ടുവന്ന് 200 അടി ഉയരത്തിൽ ക്ഷേത്ര ശിഖരത്തിൽ സ്ഥാപിച്ചു. 1200 ശില്പികൾ സ്വന്തം സുഖസൗകര്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. കൊണാർക്കിലെ കലശം ഉറപ്പിക്കുന്നത് വരെ തിരിച്ചു പോവുകയില്ല. അവർ ഏകാഗ്രതയോടെ 12 വർഷം നിരന്തരം പണിയെടുത്തു. അപ്പോൾ ഇതെന്താണ്? പ്രശസ്ത ഒഡിയ സാഹിത്യകാരി പ്രതിഭ റായ് ശിലാപത്മം എന്ന നോവലിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള വിവരണമാണിത്. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് എന്താണ്? ഈ ഒരു സൂര്യക്ഷേത്രം എവിടെയാണ്, ഏത് നദിയുടെ തീരത്താണെന്നാണ് പറഞ്ഞത്? ചന്ദ്രഭാഗ നദിയുടെ തീരത്താണ് ഈ ഒരു സൂര്യക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിവരണം കൊടുത്തത് ആരാണ്? പ്രശസ്ത ഒഡിയ സാഹിത്യകാരിയായിട്ടുള്ള പ്രതിഭ റായുടെ ശിലാപത്മം എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ശിലാപത്മം എന്ന നോവൽ ആരുടേതാണ്? പ്രതിഭ റായുടെയാണ് ശിലാപത്മം എന്ന നോവൽ. ആ 2 പോയിന്റ്സ് ഒന്ന് പഠിച്ചു വെക്കണേ. കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന് പുറമെ ധാരാളം നിർമ്മിതികൾ മധ്യകാല ഇന്ത്യയിൽ ഉയർന്നു വന്നു. അവയുടെ നിർമ്മാണത്തെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചിട്ടുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ. അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പം തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരെ വിളിക്കുന്ന പേരാണെന്ത്? പല്ലവന്മാരെന്ന് പറയുന്നത്. പല്ലവന്മാരെന്ന് പറഞ്ഞാൽ തെക്കേ ഇന്ത്യയിലെ കാഞ്ചീപുരം ആസ്ഥാനമാക്കിയിട്ട് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരാണ്. അപ്പോൾ അവരുടെ പ്രധാന ഒരു തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പല്ലവ രാജാവായിട്ടുള്ള നരസിംഹവർമ്മൻ്റെ കാലത്ത് അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ക്ഷേത്രങ്ങളെയാണ് നമ്മൾ പഞ്ചരഥങ്ങൾ എന്ന് വിളിക്കുന്നത്. പല്ലവ രാജാവായ നരസിംഹവർമ്മൻ്റെ കാലത്ത് അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് പഞ്ചരഥങ്ങൾ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഇമേജും താഴെ കൊടുത്തിട്ടുണ്ട്. അവയോരോന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ രീതിയിൽ ഒറ്റക്കല്ലിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. അപ്പം പഞ്ചരഥങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? അവയെല്ലാം ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇത്തരത്തിൽപ്പെട്ടവയാണ്. 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ നമുക്ക് എല്ലോറയിൽ കാണാവുന്നതാണ്. അപ്പോൾ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ ആരുടെയൊക്കെ ക്ഷേത്രങ്ങളാണ് അവിടെ ഉള്ളത്? ബൗദ്ധർ, ജൈനർ, വൈഷ്ണവർ, ശൈവർ ഇവരുടെയൊക്കെ ക്ഷേത്രങ്ങൾ നമുക്ക് എല്ലോറയിൽ കാണാൻ പറ്റുന്നതാണ്. പിൽക്കാലത്ത് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. ഇവയിൽ ഭൂരിഭാഗവും ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു.
ആസാമിലെ കാമാക്യ ക്ഷേത്രവും ചോള രാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രവും ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഈ പഞ്ചരഥങ്ങൾ എന്താണ് പറഞ്ഞത്? അവയൊക്കെ ഒറ്റ കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ള ക്ഷേത്രങ്ങളാണെന്നാണ് പറഞ്ഞത്. പിൽക്കാലത്ത് എന്തായി? ചെത്തി മിനുക്കിയ പാറകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ഉയരത്തിലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അവയിൽ ഭൂരിഭാഗവും എന്താണ്? ബഹുനില കെട്ടിടങ്ങളായിരുന്നു. അതിന് എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? കാമാക്യ ക്ഷേത്രവും ബൃഹദീശ്വര ക്ഷേത്രവും. അത് എവിടേക്കാണുള്ളതെന്നും കൂടെ നമ്മൾ പഠിച്ചു വയ്ക്കണേ. കാമാക്ഷി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ്. അതേപോലെ ബൃഹദീശ്വര ക്ഷേത്രം എവിടെയാണ്? ചോള രാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ചതാണ് ബൃഹദീശ്വര ക്ഷേത്രം. ഇത് രണ്ടും എന്താണ്? ഇപ്പം പറഞ്ഞിട്ടുള്ള ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ക്ഷേത്രത്തിന് എക്സാമ്പിളാണ്. പിന്നീട് ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം വ്യാപകമായി. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു. ഇവയ്ക്ക് പുറമെ യുദ്ധരംഗങ്ങളുടെയും നൃത്ത സംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു. അപ്പം പിന്നെ വന്നൊരു മെത്തേഡാണ് എന്ത്? നമ്മുടെ ഈ ഒരു രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലൊക്കെയുള്ള കഥാസന്ദർഭങ്ങളൊക്കെ ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ വരാൻ തുടങ്ങി. അവയ്ക്ക് പുറമെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? നൃത്തരംഗങ്ങൾ, സംഗീത രംഗങ്ങൾ, യുദ്ധരംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് താഴെ കൊടുത്തിട്ടുണ്ട്, ഇമേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സംഗീത രംഗങ്ങളും യുദ്ധരംഗം, നൃത്തരംഗങ്ങളൊക്കെ ക്ഷേത്രങ്ങളുടെ ഭിത്തിയിൽ സ്ഥാനം പിടിക്കാനായിട്ട് തുടങ്ങി. ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം. അപ്പം ഇത് ഇപ്പം പറഞ്ഞ പോലെയുള്ള ശില്പങ്ങൾ കൊണ്ട് ക്ഷേത്രഭിത്തി അലങ്കരിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഇത് മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം. പഠിച്ചു വെക്കണേ. ഖജുരാഹോ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടു. ഇത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്നറിയപ്പെട്ടു. വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായവരെ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവരോടൊപ്പം തദ്ദേശീയരായ ശില്പികൾ, തൊഴിലാളികൾ, കൽപ്പണിക്കാർ തുടങ്ങിയവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇരു കൂട്ടരുടെയും ശൈലികൾ സമന്വയിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത്. ഈ വാസ്തുവിദ്യാ രീതിയുടെ കുറച്ച് സവിശേഷതകളും കൂടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയുടെ കുറച്ച് സവിശേഷതകൾ. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതയാണ്. കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇമേജ് ഉണ്ട്. കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. ഈ വാസ്തുവിദ്യാ ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതിയാണ് കുത്തബ് മിനാർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ നിർമ്മിതിയാണ് ഇത് കുത്തബ് മിനാർ. സൽത്തനത്ത് സ്ഥാപകനായിരുന്ന കുത്ബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇൽതുത്മിഷ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഉയരമുള്ള ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിൻ്റെ സവിശേഷതകളാണ്. അപ്പം കുത്തബ് മിനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് കുത്ബുദ്ദീൻ ഐബക്കും അതേപോലെ നിർമ്മാണം പൂർത്തിയാക്കിയത് ആരാണ്? ഇൽതുത്മിഷുമാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയും പഠിച്ചു വയ്ക്കുക കേട്ടോ. നിർമ്മാണം ആരംഭിച്ചത് കുത്ബുദ്ദീൻ ഐബക്കും നിർമ്മാണം പൂർത്തിയാക്കിയത് ഇൽതുത്മിഷുമാണ്. മുഗൾ കാലഘട്ടത്തിൽ ഇൻഡോ ഇസ്ലാമിക് ശൈലി കൂടുതൽ പ്രചാരം നേടി. മുഗൾ രാജാക്കന്മാർ ഈ ശൈലിയിൽ നിരവധി കോട്ടകൾ, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ മുതലായവ നിർമ്മിച്ചു. അവയിൽ ചിലതിന് നമുക്ക് നോക്കാം. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ശവകുടീരം ഈ ശൈലിയിൽ നിർമ്മിച്ചതാണ്. മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണിത് നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഈ സ്മാരകത്തെയാണ്. അപ്പം ഈ ഒരു ഹുമയൂണിൻ്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയതും ഏതാണ്? ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. അതിൻ്റെ രണ്ടിൻ്റെ ഇമേജ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹുമയൂണിൻ്റെ ശവകുടീരം ഡൽഹിയിലുള്ളതും അതേപോലെ താജ്മഹലും രണ്ടും നോക്കുക കേട്ടോ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇതിൻ്റെ നിർമ്മാണത്തിന് വെള്ള മാർബിളാണ് ഉപയോഗിച്ചത്. നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണല്ലേ. ആരാണ് നിർമ്മിച്ചത്? മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാനാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. എവിടെയാണ്? ആഗ്രയിലുമാണ്. അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്? വെള്ള മാർബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയാണ്. ആ ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള ഇമേജിലുള്ളതാണ്. മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ പ്രധാനപ്പെട്ടതാണിത്. പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലുകൾ കൊണ്ടാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലുള്ള മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ്. മാർബിളും ചുവന്ന കല്ലുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
ബാഹ്മിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസ് ബിജാപ്പൂർ, കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാർ ഹൈദരാബാദ് എന്നിവയും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും. മുൻകാല നിർമ്മിതികളിൽ നിന്നും ഇവയിൽ കാണുന്ന മാറ്റങ്ങൾ എന്തെല്ലാന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഇതൊക്കെ നിർമ്മിച്ചത് ആരാണ്? വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രവും ഒക്കെ നിർമ്മിച്ചത് വിജയനഗര രാജാക്കന്മാരാണ്. ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് വെച്ചാൽ, ഇവ പാറകൾ ചെത്തി മിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ നിർമ്മിച്ചു. അലങ്കാരപ്പണികളുള്ള തൂണുകൾ നിർമ്മിച്ചു. ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തി. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. ഇത് ഗോതിക് ശൈലി എന്നറിയപ്പെടുന്നു. ഇനി അടുത്ത ശൈലിയാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഇതിൻ്റെ മുഖ്യ സവിശേഷതകളാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോൺ ജീസസ് പള്ളിയും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഏതിലാണ്? ഗോതിക് ശൈലിയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ഉദാഹരണമാണ് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോൺ ജീസസ് പള്ളിയും. മുകളിൽ ചർച്ച ചെയ്ത വാസ്തുവിദ്യാ ശൈലികളിലുള്ള നിർമ്മിതികൾ ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയുടെയും വൈവിധ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇനി നമുക്ക് സംഗീതവും ചിത്രകലയും നോക്കാം. വാസ്തുവിദ്യ കൂടാതെ മധ്യകാല ഇന്ത്യയിൽ സംഗീത രംഗവും അഭിവൃദ്ധി പ്രാപിച്ചു. ദക്ഷിണേന്ത്യയിൽ കർണാടക സംഗീതം കൂടുതൽ വികാസം പ്രാപിച്ചു. കർണാടക സംഗീതത്തിലെ ശ്രദ്ധേയനായിരുന്നു പുരന്ദരദാസൻ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി പുതിയൊരു സംഗീത ശൈലി രൂപപ്പെട്ടു. ഇതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. അമീർ ഖുസ്രു, താൻസെൻ തുടങ്ങിയവർ അക്കാലത്തെ ശ്രദ്ധേയരായ സംഗീതജ്ഞരാണ്. ഖവ്വാലി എന്ന സംഗീതരൂപം രൂപപ്പെട്ടത് ഇക്കാലത്താണ്. ഖവ്വാലിയുടെ വളർച്ചയിൽ അമീർ ഖുസ്രു വലിയ പങ്കുവഹിച്ചു. നിരവധി പുതിയ സംഗീതോപകരണങ്ങൾ ഇക്കാലഘട്ടത്തിൽ രൂപം കൊണ്ടു. തബല, സിതാർ എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഖവ്വാലി എന്താണെന്നുള്ളത് നോക്കാം. സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഗാൻകകളിൽ രൂപപ്പെട്ട ഒരു സംഗീത രൂപമാണ് ഖവ്വാലി. ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ട ഭക്തിഗീതങ്ങൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചടുലമായ താളക്രമത്തിൽ ആലപിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് പഠിച്ചു വയ്ക്കണം. എന്താണ് ഖവ്വാലി എന്ന് വെച്ചാൽ? എന്താണ്? സൂഫി വര്യന്മാർ താമസിച്ചിരുന്ന ഗാൻകകളിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സംഗീത രൂപമാണ്. അതിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഉറുദു ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഭക്തിഗീതങ്ങൾ അവരെന്ത് ചെയ്യാണ്? വാദ്യമേളങ്ങളുടെയൊക്കെ അകമ്പടിയോടെ താളാത്മകമായിട്ട് അവർ ആലപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഗീതത്തിൽ എന്ന പോലെ തന്നെ ചിത്രകലയിലും മധ്യകാലഘട്ടത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രാമായണം, ബൈബിൾ, കൊട്ടാര ജീവിതം, പ്രകൃതി ദൃശ്യങ്ങൾ തുടങ്ങിയവയായിരുന്നു ചിത്രങ്ങളുടെ പ്രമേയങ്ങൾ. ഇനി സാഹിത്യരംഗം നോക്കുകയാണെങ്കിൽ മധ്യകാല ഇന്ത്യയിൽ വാസ്തുവിദ്യ, സംഗീതം, ചിത്രകല എന്നീ മേഖലകളിലുണ്ടായ വികാസം പോലെ സാഹിത്യവും പുരോഗതി നേടി. മധ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും അക്കാലത്തെ സംഗീതത്തിൻ്റെ പുരോഗതിയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ഈ ഭക്തി പ്രസ്ഥാനം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദൈവത്തോടുള്ള സ്നേഹവും ഭക്തിയും അടിസ്ഥാനമാക്കി ദക്ഷിണേന്ത്യയിൽ രൂപം കൊണ്ടതാണ് ഭക്തി പ്രസ്ഥാനം. ദക്ഷിണേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് നായനാർമാർ, ആയ്വാർമാർ എന്ന രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. നായനാർമാർ ശിവഭക്തരും ആയ്വാർമാർ വിഷ്ണു ഭക്തരുമാണ്. 14-ാം നൂറ്റാണ്ടോടെ ഈ ആശയം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിച്ചു. ഗുരു നാനാക്ക്, കബീർദാസ്, തുളസീദാസ്, സൂർദാസ്, തുക്കാറാം, മീരാബായ്, ചൈതന്യ തുടങ്ങിയവരായിരുന്നു ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രചാരകർ. അപ്പം ഇത് ആരൊക്കെയാന്നുള്ളതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉത്തരേന്ത്യയിലെ പ്രചാരകർ ആരൊക്കെയാന്നുള്ളതൊന്ന് നോക്കുക. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വരവ് വിവിധ പ്രാദേശിക ഭാഷകൾക്ക് ഉണർവേകി. ഭക്തി പ്രസ്ഥാനത്തിലെ കവികളെല്ലാം സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് കവിതകൾ രചിച്ചത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി. ഇത്തരത്തിൽ വികാസം പ്രാപിച്ച ഭാഷകളാണ് ഏതൊക്കെയാണ്? മലയാളം, തെലുങ്ക്, കന്നഡ, മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി. ഇവയൊക്കെ അങ്ങനെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ച കാരണം ഉണ്ടായിട്ടുള്ള പ്രാദേശിക ഭാഷകളാണ്. ഇനി സൂഫി പ്രസ്ഥാനം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആഡംബര ജീവിതത്തെ എതിർക്കുകയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. സൂഫ് എന്ന അറബ് വാക്കിൽ നിന്നാണ് സൂഫിസം എന്ന പദം ഉണ്ടായത്. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയവർ സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായിരുന്നു. അപ്പം അതാരൊക്കെയാണ്? സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരാണ് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തിയും നിസാമുദ്ദീൻ ഔലിയയും. ഇനി ഇക്കാലത്ത് ചില പ്രധാന പ്രാദേശിക ഭാഷകളിലുണ്ടായ സാഹിത്യകൃതികളുടെയും അവയുടെ രചയിതാക്കളുടെയും പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രാദേശിക ഭാഷകളും കൃതികളും അത് ആരാണ് എഴുതിയതും കൂടെ ഉള്ളത്. മലയാളത്തിലാണെങ്കിൽ അധ്യാത്മ രാമായണം ആരാണ്? എഴുത്തച്ഛനാണ് രചിച്ചിട്ടുള്ളത്. ഹിന്ദിയിൽ രാമചരിത മാനസം എഴുതിയത് തുളസീദാസ്. കന്നഡയിൽ വിക്രമാർജുന വിജയം, അത് പമ്പ ഭാരതം എന്നും അറിയപ്പെടുന്നുണ്ട്. രചയിതാവ് പമ്പ.
മറാത്തിയിൽ മറാത്തി ഭാഗവതം, രചയിതാവ് ഏക്നാഥ്. ഗുജറാത്തിയിൽ ഗുജറാത്തി ഭാഗവതം, പ്രേമാനന്ദയാണ് രചയിതാവ്. ബംഗാളിൽ ബംഗാളി രാമായണം, കൃതിവാസ രചയിതാവ്. ഒഡിയയിൽ ഒഡിയ മഹാഭാരതം, രചയിതാവ് സരളദാസ. തെലുങ്കിൽ മഹാഭാരതം, നന്നയ്യാണ് രചയിതാവ്. തമിഴിലെ ഇരാമാവതാരം കമ്പരാമായണം എന്നറിയപ്പെടും. അത് എഴുതിയിട്ടുള്ളത് കമ്പറാണ്. അപ്പോൾ ഇത്രയൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അധ്യാത്മരാമായണം എഴുത്തച്ഛൻ, രാമചരിതമാനസം തുളസീദാസ്, വിക്രമാർജുന വിജയം പമ്പ, മറാത്തി ഭാഗവതം ഏക്നാഥ്, ഗുജറാത്തി ഭാഗവതം പ്രേമാനന്ദ, ബംഗാളി രാമായണം കൃതിവാസ, ഒഡിയ മഹാഭാരതം സരളദാസ, മഹാഭാരതം നന്നയ്യ, ഇരാമാവതാരം കമ്പർ. ഇത്രയും പഠിച്ചു വയ്ക്കണേ. സൂഫി പ്രസ്ഥാനം ഉറുദു ഭാഷയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചു. അറബി, പേർഷ്യൻ എന്നീ ഭാഷകളും ഇന്ത്യൻ പ്രാകൃത ഭാഷകളായ ഗഡിബോലി, ബ്രിഡ്ജ് മുതലായവയും കൂടിച്ചേർന്നുണ്ടായതാണ് ഉറുദു ഭാഷ. മധ്യകാലഘട്ടത്തിൽ നിരവധി കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. മുഗൾ ചക്രവർത്തി അക്ബറുടെ കാലത്ത് തർജ്ജമയ്ക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ പ്രവർത്തിച്ചിരുന്നു. അക്കാലത്ത് രാമായണവും മഹാഭാരതവും ഉൾപ്പെടെ അനേകം സംസ്കൃത കൃതികൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ഉപനിഷത്തുകളും അഥർവവേദങ്ങളും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ദാരാഷുക്കു ആണ്. ഇന്ത്യയുടെ സംസ്കാരവും വിജ്ഞാനവും അന്യദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൽ പരിഭാഷകൾക്ക് പ്രധാന പങ്കുണ്ടായിരുന്നു. പുറം നാടുകളുമായുള്ള സാംസ്കാരിക വിനിമയത്തിന് ഇത് വഴിയൊരുക്കി. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ കണ്ടന്റുകൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സമ്മറി ആയിട്ട് കൊടുത്തിട്ടുള്ള പോയിന്റ്സ് നോക്കാം. വിവിധ കാലഘട്ടങ്ങളിലൂടെ വികാസം പ്രാപിച്ചതാണ് ഇന്ത്യയിലെ വാസ്തുവിദ്യാ രീതി. മധ്യകാലഘട്ടത്തിലെ നിർമ്മിതികളിൽ വിവിധ വാസ്തുവിദ്യാ ശൈലികളുടെ സ്വാധീനം പ്രകടമാണ്. ഇന്ത്യയിലെ സംഗീതം, ചിത്രകല തുടങ്ങിയ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ശൈലികളുടെ കൂടിച്ചേരലിലൂടെ വളർന്നു വന്നതാണ്. ഭക്തി, സൂഫി പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ സാഹിത്യത്തിൻ്റെ പുരോഗതിക്കും പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്കും കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നോട്ട്സ് എഴുതിയിട്ട് തന്നെ പഠിക്കുക, ഇടയ്ക്ക് റിവൈസ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഇനി കുറച്ച് ക്ലാസ്സസും കൂടെ കഴിഞ്ഞ് നമുക്ക് 6ാം ക്ലാസ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോസ് ഇടാനായിട്ട് നോക്കുക. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.